ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാരമലൈസ് ചെയ്ത് സേമിയ പായസമാണ്. എന്നും ഒരുപോലെ ഉണ്ടാക്കിയ എല്ലാവർക്കും ഒന്നും മടുപ്പുണ്ടാവും. ഇത് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റിലുള്ള ഒരു സേമിയ പായസമാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കിസ്മിസും ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് കാഷ്യൂ വറുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മുന്തിരിങ്ങയൊക്കെ ഒന്ന് പെരുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാനിൽ നിന്ന് കോരിമാറ്റാം. ആ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് വെർമിസെല്ലി ഒരു 200 ഗ്രാമോളം വരും. അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ വേറെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. അത് നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കി കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് താനെ ഇരുന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ലോ ഫ്ലെയിമിൽ വേണം ആക്കി വയ്ക്കാൻ. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒന്നിച്ചൊഴിക്കൽ അല്പച്ചയായിട്ട് മാറി നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ പുറത്ത് ദേഹത്ത് തെറിക്കും. അല്പച്ചയായിട്ട് കുറച്ച് നമുക്കിത് ലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പശുവും പാലാണ്. ഞാൻ ഇത് 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതാണിത്. ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്, കട്ടിയായിരിക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട, അത് പെട്ടെന്ന് അത് മെൽറ്റായി വന്നോളും. 1/2 ലിറ്റർ പാല് 1 ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണിത് കേട്ടോ. ആദ്യം ഒഴിച്ചു കൊടുക്കും. മൊത്തത്തിൽ നമുക്കൊരു 3/4 ലിറ്റർ പാലാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. 1/4 ലിറ്റർ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ റോസ്റ്റ് ചെയ്ത് വെർമിസെല്ലി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക. അതിന് പകരം 3/4 ലിറ്റർ പാല് നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് ഒരു 50 ഗ്രാമോളം 10 മിനിറ്റ് കുതിർത്തെടുത്ത സാഗോയാണിത്. അതിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം, കൈ എടുക്കരുത്, അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കും. ഈ ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് ഈ സമയം കൊണ്ട് ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് നമ്മൾ വെർമിസെല്ലിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. നമ്മൾ കുതിർത്തൊക്കെ എടുത്തുകൊണ്ട് ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ മതി. അത് നമ്മളെ വെർമിസെല്ലിയും ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചവ്വരിയൊക്കെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള നിങ്ങൾ ആ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. നിങ്ങൾ ഉണ്ടായി ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാരയുടെ മധുരം മാത്രമായാലും മതി, ഇതില്ലേലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ബാക്കിയിരിക്കുന്ന 1/4 ലിറ്റർ പാല് മാറ്റി വെച്ചില്ലേ, അത് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഹൈപ്പ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണിത്, വളരെ ടേസ്റ്റിയാണിത്. പിന്നെ ഞാൻ ചേർത്തിട്ടിരിക്കുന്നത് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. ഏലക്കയുടെ കുരു പൊടിച്ചതാണിത്. ഏലക്ക തൊലിയൊക്കെ മാറ്റി ഞാൻ മുമ്പ് ഈ ഏലക്കയുടെ ഇത് പൊടി എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസും കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വിഷുവിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. നമ്മൾ എന്നും ഒരേപോലെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇതിന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് കൂടെ തരിക. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഹാപ്പി ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ വിഷുവിന് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.